ഇത്രയും ഗതികെട്ടൊരു ലോക പോലീസായ ട്രംപ്, ഇത്രയും നാണമില്ലാത്ത ഒരു ട്രംപ്, ഞാൻ പറയുന്ന കാര്യം കേട്ട് ലോകത്തുള്ള എല്ലാവരും ചിരിക്കുകയില്ല. സത്യമാണ് പറയുന്നത്. ട്രംപ് പറയുന്ന കാര്യം എന്താ അറിയോ? ഇപ്പൊ ഞങ്ങൾക്ക് ഇസ്രായേലിനും അമേരിക്കക്കും ഇറാന്റെ ആക്രമണത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ നാശനഷ്ടങ്ങൾ തരണം. അത് ആര് തരണമെന്നാണ് പറയുന്നത്? ഇറാൻ തരണമെന്നല്ല പറയുന്നത് കേട്ടോ. ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? അറബ് രാജ്യങ്ങളോട് വാങ്ങണം. ഓരോരുത്തർ കുറേ പൈസ ഉണ്ടല്ലോ, അത് വാങ്ങി എടുക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ഓരോരോ അറബ് രാജ്യങ്ങളിലും പോയിട്ട് ഞങ്ങൾ കാത്തോളാം, ഞങ്ങൾക്ക് ഇങ്ങനെ മിസൈലുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ട്രോളുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ യുദ്ധവിമാനങ്ങളുണ്ട്, ഞങ്ങൾക്ക് അയൺ ഡോം ഉണ്ട്, ഞങ്ങൾക്ക് മറ്റേ ഉണ്ട്, ഞങ്ങൾക്ക് മറിച്ചുണ്ട്, നിങ്ങൾ സേഫാണ്, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്, ഞങ്ങൾക്ക് വർഷാവർഷം നിങ്ങളെ വർഷത്തിൽ ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു 30% ഞങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അളിയൽ ഈ അറബ് രാജ്യങ്ങളൊക്കെ പോയിട്ട് വിറ്റ് വിതച്ചു. അത് ലക്ഷ്യം എന്തായാലും ഇറാനെ പേടിച്ചിട്ടാണ്. ഇറാൻ അത് ഇസ്രായേൽ പറയട്ടെ, ഇറാൻ ഈ ഒരു രാജ്യത്തെ വല്ലാതെ അവർ ഭയക്കുന്നു. 40 വർഷമായി സഹോദരന്മാരെ നോക്കണം, 40 വർഷമായിട്ട് ഉപരോധം നടക്കുന്ന ആൾക്കാരാണ് ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ. ഒരു സാമ്പത്തികമായിട്ടും അവർക്ക് എന്തായാലും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. ഓൽ ചെയ്ത കാലത്താണ് ഈ 40 വർഷം കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി. ഓൽക്കറിയാം ഒരു നാൾ അമേരിക്ക വരും, ഇസ്രായേൽ വരും, ഞങ്ങൾ ആക്രമിക്കാൻ പല രാജ്യങ്ങൾ വരും എന്നറിയാവുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് മിസൈലുകൾ ഡ്രോണുകളും അവർ ഉണ്ടാക്കി വെച്ചു. ശരിക്കും ആക്രമിച്ചു. ഇപ്പൊ ഇറാൻ പറഞ്ഞ കാര്യം എന്താ ഞാൻ വ്യക്തമായി പറയാൻ എന്താ പറയുക? ഇറാൻ പൈസ ചോദിച്ചെന്താ അറിയോ? ഓലെ സംബന്ധിച്ച് ഓലെ കുറേ പൈസകൾ ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റുമാർ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ആ പൈസ റിട്ടേൺ കൊടുക്കാൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഇറാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഞങ്ങൾ യുദ്ധം അവസാനിച്ച് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വിലയില്ലാത്ത ഒപ്പുണ്ടല്ലോ, ആ ഒപ്പിന് ശേഷം ഉണ്ടായ ആക്രമണത്തിലുള്ള പൈസ നഷ്ടപരിഹാരമാണെന്നാണ് ഇറാൻ പറഞ്ഞത്. അന്തസ്സുള്ള വാക്കാണ്. യുദ്ധത്തില് നല്ല 8ന്റെ പണി കിട്ടി. ലോക പോലീസ് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുമ്പിൽ തീട്ടത്തിന് പോലും പലല്ലാത്ത രൂപത്തിൽ ആയി മാറി എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് മക്കളെ, കഷ്ടമാണ്. ഈ കേക്ക് നിന്റെ യൂട്യൂബ് അടിച്ചു പോകാൻ യാതൊരു കുഴപ്പമില്ല. ഞാൻ പറയും ശരിക്കും പറയാം, ഞാനിത് കേട്ട് ഞാൻ ചിരിച്ചു. ഇന്ന് രാവിലെ കേട്ട് ഒരുപാട് ഞാൻ ചിരിച്ചു. അതല്ല ഞാൻ ചോദിക്കും. ഇപ്പൊ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇറാനെ ആക്രമിച്ച് ഞാൻ ഈ അമേരിക്കൻ സകലതും പോയി അല്ലെ. ഇനി ഇറാനെ ഞാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈ അമേരിക്ക എന്ന ഈ രാജ്യം അമേരിക്ക പോയിക്കോളാം. ഈ മറ്റ് അറബ് രാജ്യങ്ങൾ നോക്കാൻ അവരെ നെക്കിപ്പിരിയാനും നിങ്ങൾ മെനക്കെടണ്ട. അത് തന്നെയാണ് അറബ് രാഷ്ട്രങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അമേരിക്കൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്വന്തം നിലപാടിലേക്ക് വരും. നിങ്ങൾ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കൂ. നിങ്ങൾ സമ്പാദ്യം നിങ്ങളുടെയാണ്, അമേരിക്കൻ്റെ അല്ല. അമേരിക്കയ്ക്ക് ഒന്നും നടക്കില്ല എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. അമേരിക്ക എന്ന രാജ്യത്തിന് ഒരൊക്കെയും നടക്കില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള ആരുടെ മുമ്പിൽ ഒന്നും നടക്കില്ല. എന്താ പറയുക, വീർപ്പിച്ച് വലിച്ച ബലൂണാണ് അമേരിക്ക. അതിനകത്ത് ഒരു ചെറിയ സൂചി കൊണ്ട് അത് ഇറാൻ പൊട്ടിച്ചതാണ്. അതാണ് നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് മറക്കും. താങ്ക് യു വെരി മച്ച്.